ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന പെയിന്റിംഗ് ഡെമോൺസ്ട്രേഷൻ ഈ ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പാർക്കാണ്. പാർക്കിന്റെ ഒരു പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. അവിടെ ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടവും അവിടുത്തെ മരവും കുറച്ചൊരു ചെടികളും അതുപോലെയുള്ള ആ മരവുമാണ് ഇതിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വ്യത്യസ്തങ്ങളായ കളറുകൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഒരു ഭംഗി കൂട്ടാനുള്ള ഒരു റെഡും മറ്റു കളറുകളൊക്കെ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിങ് എല്ലാവരും കാണുക. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ എല്ലാവരും കാണുക. ഈ പെയിന്റിങ്ങിൽ ഇനീഷ്യലി നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് പാർക്കിൽ ചെയർ വരച്ചെടുക്കുകയാണ്. ഇത് ഞാൻ ഡെമോൺസ്ട്രേഷൻ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ആ ചെയറിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു സ്ഥലം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒക്കുപ്പ് ചെയ്യുന്ന സ്പേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ കളർ വെച്ചിട്ട് ലൈറ്റായിട്ട് വരച്ചെടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുകയാണ്. അത് കുറച്ച് ഗ്രീനും പ്രഷ്യൻ ബ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വരക്കുന്നത്. അധികം ക്ലാരിറ്റി ഒന്നുമില്ലാതെ ഒരു ഒറ്റ സിംഗിൾ വാഷിലാണ് അത് വരച്ചെടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഹൈലൈറ്റ് ഒന്നും ഇല്ലാതെ ഒറ്റ സിംഗിൾ വാഷിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും കുറച്ച് സാപ്പ് ഗ്രീനും പ്രഷ്യൻ ബ്ലൂ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെ ഇരിക്കുന്ന സീറ്റിൻ്റെ ചാരിയിരിക്കുന്ന ഭാഗം, ആ ഭാഗം പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കളറൊന്നും ഇല്ലാതെ വ്യത്യസ്തങ്ങളായ കളറുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ സാപ്പ് ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കളറുകൾ മിക്സ് ചെയ്യുന്നുണ്ട്. നിലത്ത് കുറച്ച് ഇലകൾ വീണതായി തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡും ഓറഞ്ചും ഒക്കെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കുറച്ച് പുല്ലുകളെ തോന്നിക്കാൻ വേണ്ടിയിട്ടും ഗ്രൗണ്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയുള്ളത് മരമാണ്. മരം ഗ്രീനിഷായിട്ട്, മരത്തിൻ്റെ ഇലകൾ ഗ്രീനിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ചുകൂടി ഒരു ഓറഞ്ചും യെല്ലോ ഒക്കെ കൂടി മിക്സ് ചെയ്ത കളറാണ്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമ്മുടെ പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കാം. നമുക്ക് ഏതാണ് അനുയോജ്യമെന്ന് തോന്നുന്ന ആ കളർ യൂസ് ചെയ്യാം. എല്ലാം ഇതിലും ഗ്രീൻ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എല്ലാ പെയിൻറ്റിങ്ങിലും. ഞാൻ വരച്ചെടുക്കുന്നത് ആ മരമാണ്. അതിൽ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന കളറ് ബ്രൗൺ കളറാണ്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി റെഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ മനസ്സിലാക്കാൻ പറ്റും. ആ ചാരുന്ന ഭാഗത്തിന് കുറച്ച് റെഡ് കളർ കൊടുക്കുകയാണ്. ആദ്യം ബ്ലൂ ആയിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചത്, പിന്നെ എനിക്ക് അത് റെഡാക്കാൻ തോന്നി, അങ്ങനെ അത് മാറ്റുകയാണ്. ഇപ്പുറത്തെ കൈവെക്കുന്ന സ്ഥലം കാണിക്കാൻ വേണ്ടി അവിടെ ജസ്റ്റ് ഒഴിച്ചു വിട്ടിട്ടുണ്ടാണ് റെഡ് വരക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് വാഷ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് വാഷാണ് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ചെയറിൻ്റെ അതിൻ്റെ വടികൾക്കുള്ളിലൂടെ അകലെ കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ പുറകുവശത്ത് കാണുന്ന ചെടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരക്കുന്നത്. ഇടയ്ക്കുള്ള ഭാഗം ഒഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഗ്രീൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ കുറച്ചുകൂടി ഡാർക്കർ ഗ്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ കുറച്ച് ഷാഡോസ് വരുന്ന ഭാഗത്താണ് ആ ചെടികൾ വരുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ഡാർക്കർ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ചെടികളും പുല്ലുകളൊക്കെ വരുന്നത് ബാക്ക്ഗ്രൗണ്ടിലല്ല, ആ ചെയർ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഡാർക്കർ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡാർക്ക് കളർ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ചു വിടുന്നുണ്ട്.
ആ ഭാഗം സൂര്യപ്രകാശം തട്ടുന്ന ഭാഗമായി കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ കുറച്ച് യെല്ലോ കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സൂര്യപ്രകാശം തട്ടുന്ന ഇലകളെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മരത്തിന് സെക്കൻഡ് കോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചൊരു ഗ്രേയിഷ് ആയിട്ടുള്ള കളറാണ്. ഡയറക്റ്റ് ഗ്രേ അല്ലാതെ അത് പ്രഷ്യൻ ബ്ലൂവും അതുപോലെ തന്നെ റെഡും കൂടി മിക്സ് ചെയ്തുണ്ടാക്കിയ ഗ്രേ കളറാണത്. ഷാഡോസ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ചുകൂടി ഡാർക്കായിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ലാൻഡ്സ്കേപ്പുകൾ ഇതിനു മുമ്പേയും ഞാൻ വാട്ടർ കളർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ ഉണ്ട്. അങ്ങനെ സെക്കൻഡ് കോട്ടിംഗ് കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. മരത്തിനൊരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് ലൈറ്റ് തട്ടുന്നതും അതുപോലെ മരത്തിൻ്റെ മുകളിലുള്ള ചെറിയ ക്രാക്കുകളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ചൊക്കെ മരത്തിൻ്റെ ശാഖകൾ, ബ്രാഞ്ചുകൾ വരച്ചെടുക്കുകയാണ്. മുഴുവനായും ശാഖകൾ വരക്കാതെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ മാത്രം ശാഖകൾ വരച്ചെടുക്കുകയാണ്. അതിൽ നിഴൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുകയാണ്. ഇതിനുപയോഗിച്ചിരിക്കുന്ന കളറ് വയലറ്റ് കളറാണ്. നമുക്ക് ക്രിംസണും പ്രഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്താൽ കിട്ടുന്ന കളറാണത്. ഗ്രൗണ്ടിലൊക്കെ കുറച്ച് ഇലകൾ, വീണ് കിടക്കുന്ന ഇലകളെ വരച്ചെടുക്കുകയാണ്. അതിനൊരു 3D ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷാഡോസ് കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ചെയറിൻ്റെ തേർഡ് കോട്ടിങ് ചെയ്യുകയാണ്. അതിൽ നിഴൽ വരുന്ന ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരിക്കലും ഡാർക്ക് ചെയ്യുന്ന ഭാഗത്ത് എവിടെയും ബ്ലാക്ക് ആഡ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് വയലറ്റ് കളറാണ് ഡാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു പെയിൻറ്റിങ്ങുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.